ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായത്തിൽ 20 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ നോക്കിയത്. ഭഗവാൻ അർജുനനോട് പറയുന്നു, അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം കൊണ്ട് ഒരാൾ പ്രകാശിതനാവുമ്പോൾ പകൽ സമയത്ത് സൂര്യൻ എല്ലാം പ്രകാശിപ്പിക്കുന്നത് പോലെ അയാളുടെ ജ്ഞാനം എല്ലാം വെളിപ്പെടുത്തും. ബുദ്ധിയും മനസ്സും വിശ്വാസവും ആശ്രയവും എല്ലാം പരമ്പൊരുളിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ അയാൾ പരിപൂർണ ജ്ഞാനത്താൽ സംശയങ്ങൾ ഒഴിഞ്ഞ് മുക്തിമാർഗത്താൽ മുന്നേറുന്നു. അറിവും വിനയവുമുള്ള ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും നായയെയും നായ് മാംസം ഭക്ഷിക്കുന്ന ചണ്ടാലനെയും സമദൃഷ്ടിയോടെയാണ് യഥാർത്ഥ ജ്ഞാനമുള്ളവരായ വിനയാന്വിതരായ പണ്ഡിതന്മാർ വീക്ഷിക്കുന്നത്. ആരുടെ മനസ്സ് സമഭാവനയിൽ ഉറച്ചു നിൽക്കുന്നുവോ അവർ ജനന മരണാവസ്ഥയെ ജയിച്ചു കഴിഞ്ഞു. അവർ ബ്രഹ്മത്തെ പോലെ ദോഷമറ്റവരാണ്. അതുകൊണ്ട് അവർ ബ്രഹ്മപദസ്ഥരുമാണ്. ആനന്ദത്തിൽ ആഹ്ലാദിക്കുകയോ ആനന്ദകരമല്ലാത്ത അവസ്ഥയിൽ ദുഃഖാവിഷ്ടനാവുകയോ ചെയ്യാതെ സ്ഥിര ബുദ്ധിയോടെ അസംഭ്രാന്തനായി ദൈവശാസ്ത്രജ്ഞാനിയായി ജീവിക്കുന്നവൻ ഭൗതിക അതീതൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുകയായിരുന്നു. ഇതുവരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത്. 21-ാമത്തെ ശ്ലോകം, ബാഹ്യസ്പർശേഷു അസക്താത്മ വിന്ദതി ആത്മനി യത് സുഖം സ ബ്രഹ്മയോഗയുക്താത്മാ സുഖം അക്ഷയമശ്നുതേ. ബാഹ്യസ്പർശേഷു അസക്താത്മ, ബാഹ്യസ്പർശേഷു ബാഹ്യ വിഷയങ്ങളിൽ അസക്താത്മാ ആസക്തി ഇല്ലാത്തവനായി. ബാഹ്യവിഷയങ്ങളിൽ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള സുഖങ്ങളും നമ്മൾ നമുക്ക് മായയായി തോന്നുന്ന സുഖങ്ങൾ എല്ലാം തന്നെ, ഓരോ ആഹാരം കഴിക്കുമ്പോഴുണ്ടാകുന്ന അതിസുന്ദരമായ സ്വാദാണ് അതിനുള്ള തോന്നൽ, സിനിമ കാണുമ്പോഴുണ്ടാകുന്ന സുഖങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപങ്ങൾ കാണുമ്പോഴുണ്ടാകുന്ന സുഖങ്ങൾ, അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ വിഷയങ്ങളിൽ ശാരീരികമായിട്ടുള്ള സുഖങ്ങൾ, ഒരു ചോക്ലേറ്റ് കഴിക്കുമ്പോഴുണ്ടാകുന്ന സുഖം, അങ്ങനെ ഏതു തരത്തിലുള്ള വിഷയ സുഖങ്ങളിൽ ആണ് എങ്കിൽ പോലും ആസക്തി ഇല്ലാത്തവനായി, ഇതെല്ലാം നൈമിഷികമാണ്, ഈ സുഖങ്ങളെല്ലാം ദുഃഖത്തിനുള്ള കാരണമാണ്, അല്ലെങ്കിൽ ദുഃഖം വേഷം മാറി വന്നവനാണ് ഈ സുഖങ്ങൾ എല്ലാം എന്ന് മനസ്സിലാക്കുന്ന വിന്ദതി ആത്മനീയത് സുഖം, അങ്ങനെ ഉള്ള ഒരാൾ യഥാർത്ഥമായിട്ടുള്ള സുഖം അനുഭവിക്കുന്നത് ആരാണോ, ആത്മാവിൽ സുഖം അനുഭവിക്കുന്നവൻ ആരാണോ, യഥാർത്ഥമായിട്ടുള്ള സുഖം ആത്മാവിലാണ് എന്ന് നമ്മൾ പറയാൻ എന്താ കാരണം? കാരണം ആത്മാവ് വിട്ടുപോയ ശരീരം എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലേ? കയ്യ്, കാല്, നഖം, ചെവി, മൂക്ക്, കണ്ണ് എല്ലാം ഉണ്ട്. ഒന്നും ഒഴിഞ്ഞു പോകുന്നില്ല. ജീവൻ ഒഴിച്ച് ബാക്കി ഒന്നും ഒഴിഞ്ഞു പോകുന്നില്ല. ഈ സുഖങ്ങൾ എല്ലാം തന്നെ അപ്പോൾ അനുഭവിച്ചിരുന്നത് ആരാണ്? ആത്മാവിൻ്റെ പ്രഭാവം ഉള്ളത് കൊണ്ടാണ് നമുക്ക് തോന്നിയിരുന്നത്. പക്ഷേ ആത്മാവിന് യഥാർത്ഥമായിട്ടുള്ള സുഖം അനുഭവിക്കണമെന്ന് പറയുന്നത് താൻ ഭഗവാന്റെ നിത്യദാസനാണ് എന്നും ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സ്ഥിരമായ സുഖം, അതായത് തന്നിൽ തൻ്റെ ആത്മാവിനെ കവർ ചെയ്തിരിക്കുന്ന മായ പതുക്കെ 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 നീങ്ങി കഴുകി ശുദ്ധമാകുമ്പോഴാണ് അതിന് സുഖം അനുഭവിക്കുന്നത്. അതാണ് പറഞ്ഞത്, ബാഹ്യവിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തവനായ ആരാണോ ആത്മാവിൽ സുഖം അനുഭവിക്കുന്ന ബ്രഹ്മയോഗയുക്താത്മാ, ബ്രഹ്മധ്യാനത്തിൽ മുഴുകി ആത്മസംയമം പാലിച്ചുകൊണ്ട് സുഖം അക്ഷയമശ്നുതേ, അക്ഷയമായ സുഖത്തെ അവൻ അനുഭവിക്കുകയാണ്. ഇവിടെ സുഖത്തെ അക്ഷയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ക്ഷയിക്കാത്ത, ഒരിക്കലും തീരാത്ത. പാഞ്ചാലി ദേവിക്ക് ഉണ്ടായിരുന്നു ഒരു അക്ഷയപാത്രം അല്ലേ? അതുപോലെ എന്തുമാത്രം നമുക്ക് വേണമെന്നുണ്ടെങ്കിലും, എത്ര രീതിയിലുള്ള സുഖവും സന്തോഷവും വേണമെന്നുണ്ടെങ്കിലും അതെല്ലാം ലഭിക്കും. എവിടെ? ആത്മാവിൽ. എങ്ങനെയാണ് ലഭിക്കുക? ആത്മാവിനെ നമ്മൾ അറിയണം. അങ്ങനെ ബാഹ്യമായിട്ടുള്ളതൊന്നും യഥാർത്ഥമായിട്ടുള്ള സന്തോഷമല്ല എന്നും യഥാർത്ഥമായ സന്തോഷം ആത്മാവിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്ന ഒരുത്തൻ സുഖത്തിൻ്റെ അക്ഷയം അനുഭവിക്കുകയാണ്. 23-ാമത്തെ ശ്ലോകം, യേ ഹി സംസ്പർശജാ ഭോഗ
ദുഃഖയോനയായേവ തേ ആദ്യന്തവന്ത കൗന്ദേയ ന തേഷു രമതേ ബുധ. ഏഹി സംസ്പർശജാ ഭോഗ, ഏത് ഭോഗങ്ങൾ വിഷയജന്യങ്ങൾ ആകുന്നുവോ, ദുഃഖ യോനയായേവതേ, അവയെല്ലാം തന്നെ ദുഃഖകാരണങ്ങളാണ്. ആദ്യന്തമന്ത കൗന്ദേയ, ഹേ കൗന്ദേയ, ഹേ കുന്തിപുത്ര, ഇവയെല്ലാം തന്നെ തുടക്കവും ഒടുക്കവുമുള്ളവയാണ്. ഇവയൊന്നും ശാശ്വതമല്ല എന്ന് ചുരുക്കം. മനുഷ്യ ശരീരത്തെ പോലെ തന്നെ ഒരു തുടക്കമുണ്ട്, അവസാനമുണ്ട്, അതിനൊരു നാശമുണ്ട്. ഈ മനുഷ്യ ശരീരം അനുഭവിക്കുന്ന വിഷയജന്യങ്ങളായിട്ടുള്ള സുഖങ്ങൾക്കും ഒടുക്കമുണ്ട്, അതുപോലെ തന്നെ തുടക്കവുമുണ്ട്. ഇത് സ്ഥായിയായിട്ടുള്ളതല്ല. സ്ഥായിയായുള്ള സുഖമെന്ന് പറയുന്നത് ആത്മാവിൽ അനുഭവിക്കുന്ന സുഖമാണ്. ശരീരത്തിൽ അനുഭവിക്കുന്ന സുഖം ശരീരം നശിക്കുന്നത് പോലെ തന്നെ അതിനൊരു ആദ്യവും അവസാനവുമുണ്ട്. അത് സ്ഥായിയല്ല, മായ കൊണ്ട് തോന്നുന്നതാണ്. ന തേഷു രമതേ ബുധ, അതിൽ ബുദ്ധിമാന്മാർ രമിക്കുന്നില്ല. അങ്ങനെയുള്ള സുഖങ്ങളിൽ ബുദ്ധിമാന്മാർ ഏർപ്പെടുന്നില്ല. യഥാർത്ഥമായ സുഖം ആത്മാവിൽ ഉള്ളതാണ്. ശരീരത്തിൽ അനുഭവിക്കുന്നത് യഥാർത്ഥ സുഖം അല്ല എന്ന് ഭഗവാൻ അർജുനനെ പറഞ്ഞു കൊടുക്കുന്നു. ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ സുഖങ്ങൾ എല്ലാം തന്നെ ഇന്ദ്രിയങ്ങളുമായുള്ള ബന്ധം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ശരീരം ക്ഷണികമായതിനാൽ ഇന്ദ്രിയ സുഖങ്ങളും ക്ഷണികങ്ങൾ തന്നെയാണ്. മുക്തനായ ഒരാൾക്ക് താൽക്കാലികമായ ഒന്നിലും തന്നെ താല്പര്യം തോന്നാറില്ല. വളരെ നൈമിഷികമായിട്ടുള്ള സമയത്തേക്ക് മാത്രം ഉള്ളതുകൊണ്ട് അവയിലൊന്നും മുക്തനാകുന്ന, അല്ലെങ്കിൽ യഥാർത്ഥമായി തനിക്ക് എവിടെയാണ് പോകേണ്ടത് എന്ന് കൃത്യമായ ബോധമുള്ള ഒരാൾക്ക് ഈ നൈമിഷിക സുഖങ്ങളിൽ താല്പര്യം ഉണ്ടാകുന്നില്ല. അതീന്ദ്രിയമായിട്ടുള്ള സുഖാനുഭൂതികൾ നന്നായി അറിയാവുന്നൊരു മുക്താത്മാവിന് ഈ വിഷയസുഖങ്ങൾ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രകോപനങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നും അവൻ ഇതിൽ നിന്നെല്ലാം വിമുക്തനായി തൻ്റെ ആത്മാവിൽ രമിക്കുന്നതിനാണ് ഇഷ്ടപ്പെടുന്നത് എന്നുമാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. ന അയം ദേഹോ ദേഹഭാജാം നൃലോകേ കഷ്ടാൻ കാമാനർഹദേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രഗായേന സത്വം ശുദ്ധേ അസ്മാത് ബ്രഹ്മസൗഖ്യം ത്വ അനന്തം. ഈ മനുഷ്യ ജന്മത്തിൽ വിഷയസുഖങ്ങൾ നേടുവാനായി കഷ്ടപ്പെടുന്നതിൽ യാതൊരു യുക്തിയുമില്ല. മലഭോജികളായ പന്നികൾക്ക് പോലും ലഭ്യമാണ് ഈ സുഖങ്ങൾ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ദ്രദേവൻ പന്നിയായി ശാപം മൂലം ഭൂമിയിൽ വന്ന കഥ പറഞ്ഞു. നാരദ മഹർഷി ഇന്ദ്രദേവന് വളരെ സ്നേഹത്തോടു കൂടി വിളിച്ചു. അങ്ങ് ദേവേന്ദ്രൻ സ്വർഗലോകത്തെ രാജാവാണ്, അങ്ങ് വരൂ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പോകാൻ തയ്യാറായില്ല. കാരണം ഈ പന്നി കൂട്ടവുമായുള്ള ഈ സുഖത്തേക്കാൾ വലിയ ഒരു സുഖവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെയാണ് മലഭോജികളായ പന്നികൾക്ക് പോലും ലഭ്യമായിട്ടുള്ള ഈ വിഷയസുഖങ്ങൾ. അവരും വിഷയസുഖങ്ങൾ തന്നെയാണ് ആസ്വദിക്കുന്നത്. നമ്മൾ സുഖിക്കുന്നത് പോലെ തന്നെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിവിധ തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് പോലെ അവരും മലം കഴിക്കുന്നു, അതിൽ അവർ സന്തോഷം കൊള്ളുന്നു. വിവിധ തരത്തിലുള്ള ശാരീരിക രീതിയിലൂടെ അവർ സന്തോഷം കൊള്ളുന്നു. ഇങ്ങനെ എല്ലാം തന്നെ പന്നികൾക്കും മനുഷ്യർക്കും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഈ ജീവിതത്തിൽ തപസ് അനുഷ്ഠിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. തപസ് എന്ന് പറഞ്ഞാൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതാണ് കലിയുഗത്തിലെ തപസ്. ഈ തപസ് അനുഷ്ഠിച്ച് സത്വശുദ്ധിയോടുകൂടി അപരിമിതമായ അതീന്ദ്രിയ ആനന്ദമുണ്ടാക്കുന്നതിന് ഓരോരുത്തർക്കും സാധിക്കും. യഥാർത്ഥമായ ആനന്ദം ആത്മാവിലാണ് ഇരിക്കുന്നത് എന്നും വിഷയസുഖങ്ങളെല്ലാം തന്നെ നൈമിഷികമാണ്, അതിൽ യാതൊരു വിധത്തിലുള്ള സ്ഥിരതയുമില്ല, തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നു എന്നെല്ലാമാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. 23-ാമത്തെ ശ്ലോകം. ശക്നോദീഹയേവയാസോടും പ്രാക് ശരീര വിമോക്ഷണാത് കാമക്രോധാത് ഭവം വേഗം സയുക്ത സസുഖീ നരഃ. ശക്നോതി ഇഹ ഏവയാ സോടും. ശക്നോതി ശക്തനാകുന്നു, സോടും സഹിക്കാൻ. ഇവിടെ വച്ചു തന്നെ സഹിക്കാൻ ശക്തനാകുന്നു.
എപ്പോഴാണ് ശക്തനാകുന്നത്? പ്രാക് ശരീര വിമോക്ഷണാത്. പ്രാക് ശരീര ത്യാഗത്തിന് മുൻപ്, ശരീരത്യാഗത്തിന് മുൻപ് തന്നെ ഇവിടെ വച്ച് തന്നെ സഹിക്കാൻ ശക്തനാകുന്നു. ആരാണ്? കാമക്രോധാദ്ഭവം വേഗം. കാമക്രോധങ്ങളിൽ നിന്ന് ജനിച്ച ആകാംക്ഷ. സയുക്ത സസുഖീ നര, യുക്തനാവുകയാണ്. അതെല്ലാം ആകാംക്ഷകളെല്ലാം കളഞ്ഞുകൊണ്ട് ഒരു യോഗിയായിക്കൊണ്ട് ഈ ശരീരം ത്യജിക്കുന്നതിന് മുൻപ് തന്നെ ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ ത്വരയെ ചെറുക്കാനും കാമക്രോധങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കുന്ന ആൾ നല്ല നിലയിൽ വർത്തിക്കുന്നു. അയാൾ ഈ ലോകത്തിൽ സന്തോഷവാനാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സന്തോഷം എവിടെയാണ്? ആത്മാവിലാണ് ഇരിക്കുന്നത്. എപ്പോഴാണ് അയാൾ ആത്മാവിൽ ആ സന്തോഷം അനുഭവിക്കുന്നത്? ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ ത്വരയെ ചെറുക്കാനും കാമക്രോധങ്ങൾ ഇല്ലാതാക്കാനും സാധിക്കുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ദുഃഖമാണ്. അപ്പോൾ ദുഃഖം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ത്വരയെ ഇല്ലാതാക്കണം, ആഗ്രഹങ്ങളെ ഇല്ലാതാക്കണം, കാമക്രോധങ്ങളെ ത്യജിക്കണം. അപ്പോൾ മാത്രമേ ദുഃഖം ഇല്ലാതാവുകയുള്ളൂ. നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നുണ്ട്, വിവിധ തരത്തിലുള്ള സത്സംഗങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് എല്ലാവരും ചെയ്യുന്നത്? സന്തോഷം അനുഭവിക്കുന്നതിന് വേണ്ടി. ആ സന്തോഷം ശാരീരിക സന്തോഷമല്ല, നമ്മുടെ ആത്മാവിലാണ് സന്തോഷം അനുഭവിക്കേണ്ടത്. ഈ സന്തോഷം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദുഃഖത്തെ ഇല്ലാതാക്കണം. ദുഃഖത്തെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ നിന്ന് ഒഴിയണം, കാമക്രോധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം, താൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴിയെ ശരിയായിട്ടുള്ളൊരു മുന്നേറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, എന്താണ് ഈ ആത്മസാക്ഷാത്കാരം? താനും ശരീരവും ഒന്നാണ് എന്നുള്ള മിഥ്യാബോധം ഇല്ലാതെ ഈ കാണുന്ന ദേഹമല്ല താൻ എന്നും ഭഗവാന്റെ ഒരു അംശമാണ് എന്നും നല്ലവണ്ണം അറിയുന്ന ഒരാൾ, ഏതെങ്കിലും ഒരു നേട്ടത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാതെ ശാരീരികമായി തനിക്ക് ബന്ധപ്പെട്ടതെല്ലാം തന്നെ നഷ്ടമായാൽ ദുഃഖിക്കാതെ മാനസികമായ ദൃഢതയുള്ള താൻ ഭഗവാന്റെ അംശമാണ്, ദാസനാണ്, യജമാനൻ ഭഗവാനാണ് എന്നുള്ള ബോധത്തോടുകൂടി ഇരിക്കുന്നവനാണ് ആത്മസാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ളവൻ. ആ രീതിയിൽ എത്തണമെങ്കിൽ, ആ രീതിയിലേക്ക് മുന്നേറണമെങ്കിൽ ഒരാൾ ഭൗതിക ഇന്ദ്രിയങ്ങളുടെ പ്രാബല്യത്തെ വളരെയധികം നിയന്ത്രിക്കണം. കാരണം ഭൗതിക ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ ശക്തിമാന്മാരായിട്ടുള്ള ആളുകളാണ്. അവർ എത്ര നമ്മൾ വേണ്ട എന്ന് വച്ചാലും ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകും. മനസ്സ്, വാക്ക്, ഉദരം, ജനനേന്ദ്രിയം, രസന, ക്രോധം, ഇവയ്ക്കെല്ലാമുണ്ട് ഗണ്യമായ ശക്തി. മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? അർജുനൻ ഭഗവാനോട് പറയുകയുണ്ടായി, കാറ്റിനെ പോലും നിയന്ത്രിക്കാം, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് ഭഗവാനോട് പറയുകയുണ്ടായി. ഭഗവാൻ എന്താ പറഞ്ഞത്? കാറ്റിനെ തടഞ്ഞു നിർത്തുക അല്ല വേണ്ടത്, അതിനെ ശരിയായ രീതിയിൽ ഭഗവാന്റെ അടുത്തേക്ക് എല്ലാത്തിനെയും തടഞ്ഞു നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഓവർഫ്ലോ ആയി പോകും. അതുകൊണ്ട് തടഞ്ഞു നിർത്തുക അല്ല വേണ്ടത്, ഈ വിഷയങ്ങളെ എല്ലാം തന്നെ ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടുകയാണ് ചെയ്യേണ്ടത്. മനസ്സായാലും വാക്ക്, സംസാരിക്കാതിരിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഉദര നിയന്ത്രണം, വിശപ്പിനെ നിയന്ത്രിക്കുക, അതും ബുദ്ധിമുട്ടാണ്. ജനനേന്ദ്രിയം, അതും വളരെ ബുദ്ധിമുട്ടാണ്. രസന, സ്വാദ്, ദേഷ്യം, ഇവയെല്ലാം തന്നെ നിയന്ത്രിക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുള്ളവയാണ്. ഇവയെല്ലാം നിയന്ത്രിച്ചാൽ മാത്രമേ ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴിയിലൂടെ മുന്നേറാൻ സാധിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കോപം, ആവേശത്താൽ തിളയ്ക്കുന്നവരായി മാറുന്നത്. അങ്ങനെ മനസ്സ്, കണ്ണുകൾ, നെഞ്ച് ഇതെല്ലാം വ്യാകുലമായി തീരും. ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടും, കണ്ണ് നിറയും, കണ്ണ് തുടുക്കും, കണ്ണ് ചുമക്കും. ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോഴാണ്. ഇതിനെ ശരിയായ രീതിയിൽ ശരീരത്യാഗത്തിന് മുൻപ് തന്നെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഇന്ദ്രിയ നിയന്ത്രണം ചെയ്യാൻ കഴിയുമെങ്കിൽ ആത്മസാക്ഷാത്കാരമായി. ആത്മസാക്ഷാത്കാരത്തിൽ ഒരാൾ സന്തുഷ്ടനാവുകയും ചെയ്യുകയാണ്. നമ്മുടെ എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതാവുകയാണ്. എനിക്ക് ദുഃഖമാണ് എന്ന് പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളെ ത്യജിച്ചാൽ മാത്രം മതി. നമ്മുടെ കയ്യിലുള്ളത് കൊടുത്താൽ മാത്രം മതി. ഒന്നും വേണ്ട, നമുക്ക് ഉപേക്ഷിച്ചാൽ മതി. തന്നെ ദുഃഖമില്ലാതായി പോകും. ദുഃഖം നമ്മൾ പിടിച്ചു വച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപേക്ഷിച്ചാൽ ഇന്ദ്രിയ സുഖങ്ങളെ, കാമക്രോധാദി വിഷയങ്ങളെ ഉപേക്ഷിച്ചാൽ മാത്രം മതി, ദുഃഖം തനിയേ പോകും. നിരന്തരമായ പരിശ്രമം കൊണ്ട്
കാമക്രോധങ്ങൾ നിയന്ത്രിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലേക്ക് മുന്നേറുന്നതിന് വളരെ നിർബന്ധമാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 24-ാമത്തെ ശ്ലോകം: യോ അന്തസുഖോ അന്തരാരാമ തഥാ അന്തർജ്യോതിയേവയ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോ അധിഗച്ഛതി. യ അന്തസുഖോ അന്തരാരാമ, ഏത് വ്യക്തിക്കാണ് ഉള്ളിൽ സുഖിച്ച് ഉള്ളിൽ രമിക്കാനാകുന്നുവോ, ആരാണോ ഹൃദയത്തിനുള്ളിൽ സുഖം കണ്ടെത്തുന്നത്, തഥ അന്തർജ്യോതിയേവയ, അകത്ത് വെളിച്ചമുള്ളവനായി തീരുന്നത്, സ യോഗി ബ്രഹ്മനിർവാണം, ആ യോഗി പരമമായ മുക്തി ബ്രഹ്മഭൂതോ അധിഗച്ഛതി, ആത്മസാക്ഷാത്കാരം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആഗ്രഹങ്ങളാണ് എല്ലാവിധത്തിലുള്ള കുഴപ്പങ്ങൾക്കും കാരണം എന്നാണ്. തൃഷ്ണ, അതാണ് ജീവിതങ്ങളെ ഒരു മാലയിൽ മുത്തുകോർത്തതുപോലെ കൊണ്ടുപോകുന്നത്. ജന്മമൃത്യു ജരാവ്യാധികളിൽപ്പെട്ട് പന്നിയായും പൂച്ചയായും പട്ടിയായും മനുഷ്യനായും എല്ലാം കഴിയുന്നത് ഈ മുത്തുകളെല്ലാം ഒരേ നൂലിലാണ്. എന്താണ് ആ നൂല്? അതാണ് ആഗ്രഹം. ആഗ്രഹം എന്ന നൂലിനെ അങ്ങ് പൊട്ടിച്ചു കളഞ്ഞാൽ ഈ യാതൊരു വിധത്തിലുള്ള ദുഃഖങ്ങളുണ്ടാകുന്നില്ല, മോക്ഷമാണ് പിന്നെ ഉള്ളത്. ആഗ്രഹങ്ങളെ ത്യജിക്കുക, ഉള്ളതിനെ ഇല്ലാതാക്കിയാൽ മാത്രം മതി. ആ ചരട് തൃഷ്ണ പൊട്ടിച്ചാൽ പിന്നെ ജനന മരണങ്ങളില്ല. തൃഷ്ണയുടെ അഭാവമാണ്, അല്ലെങ്കിൽ ആഗ്രഹങ്ങളുടെ അഭാവമാണ് നിർവ്വാണം. ആത്മജ്ഞാനത്താൽ അടിയുറച്ച് ഹൃദയം പ്രശാന്ത ശീതളമായി തീരുകയാണ്. ഒരുവനിലെ അജ്ഞാനം നീങ്ങി എന്ന സുഖം. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു ഇരുട്ടുമുറിയിലാണ്. ചൂട് എന്ന് പറഞ്ഞാൽ അതിശക്തമായ ചൂട്, ഫാനില്ല, ഒന്നുമില്ല, കുരുട്ട്. ചുറ്റും ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടെന്ന തോന്നൽ. ശരീരമാണ് എങ്കിൽ വിയർക്കുന്നു, കടിക്കുന്നു, തല ചൊറിയുന്നു, കണ്ണ് വേദനിക്കുന്നു, കാലിൽ നിൽക്കാൻ പറ്റുന്നില്ല, മുട്ടുവേദനിക്കുന്നു, വയറിനുള്ളിൽ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള വേദനകൾ. അങ്ങനെ നിരവധി വേദനകൾ, കഷ്ടപ്പാടിൻ്റെ അങ്ങേയറ്റം. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി, ഈ മുറിയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് തുറക്കുമോ, ഇതിൽ നിന്നും എനിക്കൊന്ന് രക്ഷപ്പെടണം എന്ന അവസ്ഥയിൽ നമ്മൾ നിൽക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ മുറിയിൽ വെളിച്ചം വരുന്നു, AC ഓണാകുന്നു. ആ സുഖം ആരും നമ്മുടെ ചുറ്റുമില്ല, ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന തോന്നലുണ്ടായിരുന്ന എല്ലാം വെളിച്ചം വന്നപ്പോൾ ആരുമില്ല. ചൂടുപോയി തണുപ്പ് വന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ എന്ത് സുഖമായിരിക്കും നമുക്കുണ്ടാവുക എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുമോ? വളരെ ഭീതി നിറഞ്ഞ ഒരു സ്വപ്നത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ കണ്ടതെല്ലാം സ്വപ്നമാണ് എന്ന് നമുക്ക് തോന്നിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസം, അതേ ആശ്വാസം തന്നെയാണ് നമുക്കിവിടെ ലഭിക്കാൻ കഴിയുക. താൻ കാണുന്നതെല്ലാം സ്വപ്നമാണ്, ഇതൊരു മായയാണ്, യഥാർത്ഥമായ ജ്ഞാനം തൻ്റെ ആത്മാവിലാണ് എന്ന് തിരിച്ചറിയുന്ന, തൻ്റെ ആത്മാവിൽ സുഖമനുഭവിക്കുന്ന, അകത്ത് വെളിച്ചം ഉള്ളവനായിത്തീരുന്ന ഒരു യോഗി ആത്മസാക്ഷാത്കാരത്തെ പ്രാപിച്ചുകൊണ്ട് നിർവ്വാണം പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്താണ് നിർവ്വാണം? നിർവ്വാണം എന്നാൽ ഇല്ലാതായിരിക്കുക, തൻ്റെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും ഒഴിവാക്കി ഇരിക്കുന്ന അവസ്ഥ, അതാണ് നിർവ്വാണം. അല്ലെങ്കിൽ സമാധിയിലിരിക്കുന്ന അവസ്ഥ. എന്താണ് സമാധി? സമാധി, സ്വസ്ഥത, ഒരുപോലെ. ധി ബുദ്ധി, ബുദ്ധിപൂർവം താൻ ശരീരമല്ല ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്ന അവസ്ഥയാണ് സമാധി. പ്രപഞ്ചവുമായി ഒരുമിച്ച് ജീവൻ സംഗമിക്കുന്ന അവസ്ഥയാണ് സമാധി. ജ്ഞാനവീഥിയിൽ സഞ്ചരിക്കുന്ന ഓരോ വ്യക്തിയും ഈ അവസ്ഥയിൽ എത്തിച്ചേരുവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ വളരെ ചെറുപ്പത്തിൽ കപ്ലങ്ങ, പലരും ഓരോ സ്ഥലത്തും ഓരോ രീതിയായിരിക്കും പറയുന്നത്. കപ്പങ്ങ തണ്ട് എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ കപ്പങ്ങ എന്നാണ് പറയുക, പപ്പായ എന്ന് ചിലർ പറയും. ഇതിൻ്റെ തണ്ടുകൊണ്ട് സോപ്പ് പത കലക്കി വെച്ച് നമ്മൾ കുമിള ഉണ്ടാക്കി കളിക്കാറുണ്ടല്ലേ. ഞാനിപ്പോഴും നാട്ടിൽ ചെന്ന് എൻ്റെ മക്കൾക്ക് ഇത് തണ്ട് മുറിച്ച് കൊടുക്കാറുണ്ട്, സോപ്പ് പതപ്പിച്ചിട്ട് കുമിള ഉണ്ടാക്കി കളിക്കാനായിട്ട്. നമ്മളെല്ലാവരും കളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഊതി വിടുന്ന സമയത്ത് കാറ്റ് നമ്മൾ വിടുകയാണല്ലേ. കാറ്റ് സോപ്പ് പതയിലേക്ക് വിടുമ്പോൾ അത് കുമിളയായി ഒരു രൂപമായി മാറുന്നു.
അതുതന്നെയാണ് നമ്മുടെ ശരീരവും. നമ്മുടെ ഉള്ളിലുള്ള ജീവൻ, നമ്മൾ കൊടുക്കുന്ന കാറ്റ് ജീവൻ ശരീരത്തിലേക്ക് കയറിക്കഴിഞ്ഞ് ശരീരവുമായി രൂപമായി പുറത്തേക്ക് വരുന്നു. കുമിളകൾ പോലെ പലതരത്തിൽ ഷേപ്പിലുള്ള കുമിളകൾ ഉണ്ടാകും. ഈ കുമിളകളെല്ലാം തന്നെ അന്തരീക്ഷത്തിൽ നമുക്ക് നല്ല ഭംഗിയാണ്, നീങ്ങി നീങ്ങി നീങ്ങിപ്പോകും. കുറച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവുകയാണ്. പൊട്ടിപ്പോയി കഴിയുമ്പോൾ ഇതിനുള്ളിലുണ്ടായിരുന്ന കാറ്റ് എവിടെ പോയി എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? കാറ്റുള്ളത് കൊണ്ടാണ് ഇത് നീങ്ങുന്നതല്ലേ. സോപ്പ് വെള്ളത്തിന് മാത്രമായി അന്തരീക്ഷത്തിൽ ചലിക്കാൻ സാധിക്കില്ല. നമ്മൾ അതിലേക്ക് കൊടുത്ത ജീവൻ എന്ന് പറയുന്ന കാറ്റ് ഈ കുമിളയെ അന്തരീക്ഷത്തിലൂടെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയി കുറച്ച് പോയി കഴിയുമ്പോൾ ഈ കുമിള പൊട്ടി അതിനുള്ളിലെ വായു പ്രപഞ്ചത്തിലെ വായുവായി ലയിക്കുന്നു, വിലയം പ്രാപിക്കുകയാണ്. നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല അല്ലേ, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആർക്കും ഒരു കുട്ടിയോട് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. ഈ അവസ്ഥയാണ് നിർവ്വാണം. നിശ്വാസവായുവിനോടൊപ്പം ജീവനും ശരീരത്തിൽ നിന്നും പുറപ്പെട്ട് ഭഗവാനിൽ വിലയം പ്രാപിക്കും. അതാണ് മുക്തിയെന്ന്, മോക്ഷമെന്ന്, നിർവ്വാണമെന്ന് എല്ലാം നമ്മൾ പറയുന്ന അവസ്ഥ. 25-ാമത്തെ ശ്ലോകം. ലഭന്തേ ബ്രഹ്മനിർവാണം റഷയേ ക്ഷീണകൽമഷ ഛിന്നദ്വൈതായതാത്മന സർവഭൂതേ ഹിതേരഥ. ലഭന്തേ ബ്രഹ്മനിർവാണം, പരമമുക്തി ലഭിക്കുന്നു. ആർക്കാണ് ലഭിക്കുക? റഷയ ക്ഷീണകൽമഷ, ഋഷികൾക്കും ക്ഷീണകൽമഷ, പാപങ്ങൾ നീങ്ങിയവർക്കും. പാപങ്ങൾ എവിടെയാണ്? നമ്മുടെ കർമ്മഫലങ്ങൾ. എങ്ങനെയാണ് നീങ്ങുക കർമ്മഫലങ്ങൾ? ഭഗവാന്റെ സേവകനായിരിക്കണം, ഭഗവാന്റെ ദാസനായിരിക്കണം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ജാതിക്ക എന്ന് പറയുന്ന ആത്മാവിനെ, അതിൻ്റെ തോട് പൊട്ടിച്ച്, എങ്ങനെ പൊട്ടിക്കും? നാമജപങ്ങൾ കൊണ്ട്, വിവിധ തരത്തിലുള്ള സേവകൾ കൊണ്ട്, ഭഗവാനുമായുള്ള സേവകൾ കൊണ്ട് അതിൻ്റെ തോടിനെ പൊട്ടിച്ച്, ആ മായ എന്ന കവറിനെ പൊട്ടിച്ച് അത് പുറത്ത് കാണണം. അങ്ങനെ കാണുകയാണ് എങ്കിൽ മാത്രമാണ് മുക്തി ലഭിക്കുക. അത് ഋഷികൾക്കും പാപം നീങ്ങിയവർക്കും ഛിന്ന ദ്വൈതായതാത്മന, രണ്ടെന്നുള്ള ഭാവം നശിച്ചവർക്കും, ആത്മ സാക്ഷാത്കാര പ്രക്രിയകളിൽ മുഴുകിയവർക്കും, സർവഭൂതേ ഹിതേരഥ, സർവജീവജാലങ്ങളെയും ഹിതത്തിൽ തൽപരരായവർക്കും. സർവജീവജാലങ്ങളുടെയും ഹിതത്തിൽ എങ്ങനെയാണ് തൽപരരാവുക? എല്ലാം ഭഗവാന്റെ സന്തതികളാണ്. അതിനെ കൊന്നു തിന്നണമെന്ന ആഗ്രഹമില്ലാതെ എല്ലാവരും സമഭാവനയോടെ എല്ലാത്തിനെയും കണ്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. തങ്ങളെപ്പോലെ തന്നെ അവരും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു അംശമാണ് എന്നുള്ള ബോധത്തോടു കൂടിയിരിക്കുന്ന ഒരാൾക്കാണ് പരമമുക്തി ലഭിക്കുന്നത്. സംശയങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദ്വന്ദ്ങ്ങൾക്ക് അതീതരായവരും, മനസ്സ് തന്നിൽ തന്നെ വ്യാപരിക്കുന്നവനും, മനസ്സ് പുറത്തേക്ക് വിട്ട വിഷയങ്ങളിൽ പോയി ചാടാതെ, അഴുക്കുകൾ കൊണ്ടുവരാതെ, തൻ്റെ ഉള്ളിലേക്ക് ഓരോ സ്ഥലത്തു നിന്നുമുള്ള അഴുക്കുകൾ കൊണ്ടുവരാതെ തൻ്റെ ഉള്ളിൽ തന്നെ വച്ചിരിക്കുന്നവനും, എപ്പോഴും സകല ജീവജാലങ്ങളുടെയും ക്ഷേമ ഐശ്വര്യ പ്രവർത്തനങ്ങളിൽ തിരക്കിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും, എങ്ങനെയെങ്കിലും ഒരു കോഴിയെ വളർത്തിയാൽ അതിനെ കൊന്നു തിന്നണം, അല്ലെങ്കിൽ ആടിനെ വളർത്തിയാൽ അതിനെ കൊന്നു തിന്നണം എന്നുള്ള ആഗ്രഹമില്ലാത്തവരും, എല്ലാ ജീവജാലങ്ങളെയും സമഭാവനയോടെ കാണുന്നവരും, സർവപാപങ്ങളിൽ നിന്നും മോചനം നേടിയവരുമായിട്ടുള്ളവർ. സർവപാപങ്ങളിൽ നിന്ന് എങ്ങനെയാണ് മോചനം? നമ്മൾ ദിവസവും മുറ്റടിക്കുമ്പോഴും നടക്കുമ്പോഴും അമ്മിക്കല്ലിൽ അരയ്ക്കുമ്പോഴും വസ്ത്രം അലക്കുമ്പോഴും എല്ലാം പല വിധത്തിലുള്ള ജീവികളെയും നമ്മൾ കൊല്ലുന്നുണ്ട്. അപ്പം ഈ പാപങ്ങളിൽ നിന്നെല്ലാം മോചനം നേടണമെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കണം. എങ്കിൽ മാത്രമേ ഈ പാപങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോചനം ലഭിക്കൂ. അങ്ങനെ മോചനം ലഭിച്ചിട്ടുള്ളവരുമായ ആളുകൾ ബ്രഹ്മനിർവ്വാണം പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ അർജുനനെ പറഞ്ഞു കൊടുക്കുന്നു. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ഹരേ കൃഷ്ണ.